ഒരു സിനിമയുടെ കഥ മാത്രമല്ല, അതിൻ്റെ നിർമ്മാണകാലം തന്നെ ഒരു ദുരൂഹ കഥയായി മാറുമ്പോൾ 3 മരണം, അപകടങ്ങൾ, വിവാദങ്ങൾ. കാന്താര 2 ചിത്രീകരണത്തിനിടെ നടന്ന സംഭവങ്ങൾ വെറും യാദൃശ്ചികതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൂ ഒളിപ്പിക്കുന്നുണ്ടോ? കാന്താര 2022 സിനിമ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ വലിയൊരു സർപ്രൈസ് ഹിറ്റ്. ഫോക്ലോർ, വിശ്വാസം, ദൈവാരാധന ഇതെല്ലാം ചേർന്നൊരു കഥ. ഫാൻസിൻ്റെ പ്രതീക്ഷയോടെ ഋഷഭ് ഷെട്ടി കാന്താര ചാപ്റ്റർ 1 അഥവാ കാന്താര 2 ആരംഭിച്ചു. 2025 മെയ് 6 കൊളൂരിനടുത്തുള്ള ചിത്രീകരണ സ്ഥലത്ത് ജൂനിയർ ആർട്ടിസ്റ്റായ MF കപിൽ ലഞ്ച് ബ്രേക്കിനിടെ നദിയിൽ കുളിക്കാൻ ഇറങ്ങുന്നു. അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് അദ്ദേഹം ഒഴുകിപ്പോകുന്നു. നീണ്ട തിരച്ചുകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം മാത്രമാണ് തിരിച്ചു കിട്ടിയത്. എന്നാൽ നിർമ്മാതാക്കൾ പറഞ്ഞത് അന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ തൊഴിലാളി സംഘടന AICWA FIR രജിസ്റ്റർ ചെയ്യണമെന്നും കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം തന്നെ 43-കാരനായ കലാഭവൻ നീച്ചു ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തെ ഹോം സ്റ്റേയിൽ താമസിക്കുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ അറിയിക്കുകയും അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വൈമധ്യേ ജീവൻ നഷ്ടമായി. ഹൃദയാഘാതമായിരുന്നു കാരണം. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം 34-കാരനായ നടൻ രാകേഷ് പൂജാരി ഷൂട്ടിംഗ് ഭാഗം പൂർത്തിയാക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ നടക്കുന്ന ചടങ്ങിനിടെ ഹൃദയാഘാതം മൂലം മരിച്ചു. തുടർച്ചയായി 2 ഹൃദയാഘാത മരണങ്ങൾ ആരാധകരെ നടുക്കിയ 3ാമത്തെ മരണം. എന്നാൽ അപകടങ്ങളുടെ ലിസ്റ്റ് ഇതിൽ തീരുന്നില്ല. ഷൂട്ടിനിടെ ബോട്ട് മറിഞ്ഞത്, ബസ് അപകടം, സെറ്റുകൾ മഴയിൽ തകർന്നത്, ഇങ്ങനെ പല അപകടങ്ങൾ ചിത്രത്തിൻ്റെ നിർമ്മാണ കാലത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി പ്രേക്ഷകരിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ പലതായിരുന്നു. ഈ സിനിമാ നിർമ്മാണം ഒരു ദുരന്തകാലമാണോ അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയാണോ ഇതിൻ്റെയൊക്കെ കാരണം? പക്ഷേ ചിലർ പറയുന്നത് ഇത് വെറും യാദൃശ്ചികം മാത്രമായിരിക്കും. പക്ഷേ മറ്റു ചിലർ ചിത്രത്തിൻ്റെ വിഷയം തന്നെ ദൈവാരാധനയും ആത്മീയ ലോകവും ബന്ധപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുന്നു. വസ്തുത എന്തായാലും സിനിമാ സെറ്റുകളിൽ സുരക്ഷിതത്വം കൂടുതൽ ഉറപ്പാക്കേണ്ട സമയമാണിത്. ഈ സംഭവങ്ങളെല്ലാം നമ്മെ ഒരേ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു: സിനിമകളുടെ പിന്നാലെ നാം കാണാത്ത ദുരന്തങ്ങൾ എത്രയോ ഉണ്ടെന്നത്. കാന്താര 2 പ്രേക്ഷകർക്ക് ഒരു കാലസൃഷ്ടി ആയാലും അതിൻ്റെ നിർമ്മാണകാലം തന്നെ ഒരു സത്യകഥയായി ഓർമ്മിക്കപ്പെടും. ചിത്രീകരണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കാം നമുക്ക്. പക്ഷേ സിനിമാ സെറ്റുകളിലെ സുരക്ഷിതത്വം എത്രത്തോളം ഉറപ്പാക്കപ്പെടുന്നുവെന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ട സമയമാണിത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് വെറും യാദൃശ്ചികതയോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുള്ള സംഭവങ്ങളോ? കമൻറ്റിൽ പറയൂ. മറ്റൊരു എപ്പിസോഡുമായി വരുന്നവരെ സൈനിങ് ഓഫ്.